എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളിലെ റഡാർ സംവിധാനങ്ങളുടെയും പ്രതിരോധ കവചങ്ങളുടെയും പ്രവർത്തനങ്ങളും രീതികളും ഫ്രീക്വൻസികളും മനസ്സിലാക്കിയതാണ് ഇറാന്റെ സൈനിക നീക്കങ്ങൾക്ക് വളരെ വേഗം വിജയം നേടാൻ കഴിഞ്ഞതെന്ന നിർണായക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഡാർ വിവരങ്ങൾ ശേഖരിക്കുന്നത് കൂടാതെ മറ്റു ചില നൂതന സാങ്കേതിക വിദ്യകളും തന്ത്രങ്ങളും ചേർത്ത് ഇറാൻ ആക്രമിച്ചതാണ് ഇറാനെ പ്രതിരോധിക്കുന്നതിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും സാങ്കേതിക വിദ്യകളും പരാജയപ്പെടുന്നതിന് കാരണമായത് എന്നാണ് കണ്ടെത്തൽ. ഇറാന്റെ സഫർ, നൂർ പോലുള്ള പല ആന്റി ഷിപ്പ് മിസൈലുകളും കടൽ നിരപ്പിൽ ഏതാനും മീറ്റർ മാത്രം ഉയരത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നവയാണ്. ഇത് അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ റഡാർ ഹൊറൈസണൽ പരിധിയിൽ പെടാതെ വേഗത്തിൽ സഞ്ചരിച്ച് അവസാന നിമിഷം മാത്രം ലക്ഷ്യത്തിൽ പതിക്കാൻ വേണ്ടി ഉയർന്ന് ആക്രമണങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് മുഴുവൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ആക്രമിക്കാൻ ഇറാന് സാധിച്ചത് എന്നാണ് കണ്ടെത്തൽ. എന്നാൽ ഈ ഒരു തന്ത്രം മാത്രം ഉപയോഗിച്ചത് കൊണ്ടാണ് അത്യന്താധുനിക സംവിധാനങ്ങളുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കാൻ ഇറാന് കഴിഞ്ഞത് എന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അതിന് കാരണം റഡാർ തരംഗങ്ങളെ ജാം ചെയ്യാൻ അമേരിക്കൻ കപ്പലുകൾക്ക് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഇതിനെ മറികടക്കാൻ ഇറാൻ ചെയ്തത് മിസൈലുകൾ പൊങ്ങുന്ന അവസാന നിമിഷത്തിൽ ഈ മിസൈലുകളുടെ ചൂടോ രൂപമോ തിരിച്ചറിയാൻ റഡാറുകൾക്ക് കഴിയാത്ത വിധം ഇതിനെ ലോക്ക് ചെയ്യാൻ ഇറാന്റെ ടെക്നോളജിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനുവേണ്ടി ഇത്തരം സംവിധാനങ്ങൾ മറച്ചുവെക്കുന്ന ഓപ്റ്റിക്കൽ ഗൈഡൻസ് സംവിധാനങ്ങൾ ഇറാൻ മിസൈലുകളിൽ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കാരണം അമേരിക്കൻ കപ്പലുകളിലെ റഡാറുകൾക്ക് ഈ വരുന്ന മിസൈലുകളെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയാത്തതാണ് കപ്പലുകൾ ആക്രമണത്തിന് ഇരയാവുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇറാന്റെ മറ്റൊരു യുദ്ധതന്ത്രം ഒരേ സമയം ഡസൺ കണക്കിന് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ട് അമേരിക്കൻ കപ്പലുകളുടെ റഡാർ ട്രാക്കിംഗ് സംവിധാനങ്ങളെയും ഇന്റർസെപ്റ്ററുകളെയും ആശയക്കുഴപ്പത്തിലാക്കുക എന്നുള്ളതാണ്. ഒരേ സമയം കടന്നു വരുന്ന നൂറുകണക്കിന് മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതികരിക്കുക എന്നുള്ളത് അമേരിക്കൻ റഡാറുകൾക്കോ ഇന്റർസെപ്റ്ററുകൾക്കോ അസാധ്യമായ കാര്യം തന്നെയാണ്. അതിനൊപ്പം റഡാർ സിഗ്നലുകൾ നിരീക്ഷിക്കാനും അമേരിക്കൻ കപ്പലുകളുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിൽ കൃത്രിമം കാട്ടാനും ഇറാൻ സ്വയമായി ഇലക്ട്രോണിക്സ് യുദ്ധോപകരണങ്ങൾ വികസിപ്പിച്ചിട്ടുമുണ്ട്. ഹോർമുസ് പോലുള്ള ഇടുങ്ങിയ ഇടനാടികളിലൂടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പരിമിതമായ വഴികളേ ഉള്ളൂ. ഇത് ഇറാന്റെ തീരദേശ റഡാറുകൾക്കും മിസൈലുകൾക്കും കപ്പലുകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വളരെ എളുപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം അപകടകാരികളായ മിസൈലുകളുള്ളത് ഇറാന്റെ കൈവശമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഇറാന്റെ മിസൈലുകൾ അത്യന്തം അപകടകാരികളായി മാറുമ്പോൾ ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ യഥാർത്ഥ അടിത്തറ പാകിയത് ഉത്തര കൊറിയയാണ് എന്ന് പറയേണ്ടതുണ്ട്. 1980കളിൽ സോവിയറ്റ് കാലത്തെ സ്കഡ് മിസൈലുകൾ ഉത്തര കൊറിയ വഴി ഇറാനിൽ എത്തുകയും പിന്നീട് ഇറാൻ ഈ മിസൈലുകളുടെ സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കി റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ ഷഹാബ് പരമ്പരയുള്ള മിസൈലുകൾ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് പഴയ കാലം. എന്നാൽ ഇന്ന് ഇറാനെ സംബന്ധിച്ച് ചൈനയുടെയോ റഷ്യയുടെയോ ഒന്നും മിസൈലുകളോ സാങ്കേതിക വിദ്യയോ ഒന്നും തട്ടിയെടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ രണ്ട് രാജ്യങ്ങളും ഇറാനുമായി വളരെ ദീർഘനാളത്തെ ആയുധ വിൽപ്പന, അതുപോലെ നിർമ്മാണ ടെക്നോളജികൾ, ഇവയുടെ എല്ലാം കൈമാറ്റം ഉൾപ്പെടെയുള്ള വലിയ സൈനിക കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇറാനെ സംബന്ധിച്ച് ചൈനയുടെയോ റഷ്യയുടെയോ ഒന്നും മിസൈലുകളോ മറ്റു യുദ്ധോപകരണങ്ങളോ ഒന്നും ഇറാനിൽ എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ഇറാന്റെ മുന്നിലുള്ള മറ്റൊരു പ്രശ്നം യൂറോപ്പിന്റെ കയ്യിലുള്ള മിസൈലുകളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അമേരിക്കൻ മിസൈലുകളെ പ്രതിരോധിച്ചതുപോലെ തന്നെ യൂറോപ്യൻ മിസൈലുകളെയും പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രവർത്തന രീതികൾ അറിയണം. യൂറോപ്പിനോ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കോ അത്യന്താധുനിക മിസൈലുകൾ ഇറാനെ വിൽക്കാനോ അല്ലെങ്കിൽ ഇറാനിൽ എത്തിക്കാനോ ഒന്നും കഴിയില്ല. ഇതിനെ മറികടക്കാൻ UAE, തുർക്കി, ചൈന, അതുപോലെ മുൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുകൾ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇറാൻ വ്യാജ ഷെൽ കമ്പനികൾ രൂപീകരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ കമ്പനികൾ വഴി സാധാരണ വ്യാവസായിക ആവശ്യങ്ങൾക്കെന്ന വ്യാജേന മിസൈലുകൾ, വിമാനങ്ങൾ, മറ്റ് ആയുധ നിർമ്മാണത്തിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അന്താരാഷ്ട്ര കള്ളക്കടത്ത് ശൃംഖലകളെ ഉപയോഗിച്ച് ചരക്ക് കപ്പലുകളിലെ രഹസ്യ അറകൾ വഴി പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ തുടങ്ങിയ സമുദ്ര മാർഗങ്ങളിലൂടെ ഇറാനിൽ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കൊണ്ടുവരുന്നതിൽ സെൻസറുകളും മൈക്രോ ചിപ്പുകളും വരെ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ കരമാർഗം അയൽ രാജ്യങ്ങൾ വഴിയും ഇറാനിലേക്ക് പല സാധനങ്ങളും എത്തുന്നുണ്ട്. എന്നാൽ ഇത്തരം ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ അത് കൊണ്ടുവരാൻ ഏറ്റവും അധികം സൗകര്യം കപ്പൽ വഴിയുള്ള ഗതാഗതമാണ്. ഇങ്ങനെ കപ്പൽ വഴിയുള്ള കള്ളക്കടത്താണ് ഇറാന് ഉപരോധങ്ങളെ മറികടക്കാൻ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഹോർമുസ്, ബാബുൽ മന്ദാബ് തുടങ്ങിയ കടലിടുക്കുകളിൽ ഇറാൻ പിടിമുറുക്കിയിരിക്കുന്നത്. ഈ പോയിന്റുകൾ അമേരിക്കയുടെയോ പാശ്ചാത്യ രാജ്യങ്ങളുടെയോ ഒക്കെ പിടിയിലായി കഴിഞ്ഞാൽ പിന്നെ ഇറാനിലേക്ക് അവർക്ക് ഒന്നും എത്തിക്കാൻ കഴിയില്ല. അത് ഇറാന്റെ വളർച്ചയെ വലിയ രീതിയിൽ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരിക്കലും ഹോർമുസ് സ്വതന്ത്രമാക്കാനോ
അവിടെ വിദേശ നിരീക്ഷണം ഉണ്ടാവാനോ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഇറാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സാധനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കള്ളക്കടത്തായിട്ടായാലും ഇറാനിൽ എത്തിക്കുമ്പോൾ അതിന് പണം കൊടുക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനമായ സ്വിഫ്റ്റിൽ നിന്നും ഇറാനെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുള്ളതുകൊണ്ട് ഹവാല ഇടപാടുകളും കള്ളപ്പണ ശൃംഖലകളും ക്രിപ്റ്റോ കറൻസികളും ഉപയോഗിച്ചാണ് ആയുധഭാഗങ്ങൾ നൽകുന്ന അന്താരാഷ്ട്ര കമ്പനികൾക്ക് ഇറാൻ ഇടനിലക്കാർ വഴി പണം നൽകുന്നത്. അതുകൊണ്ടാണ് ഈ ക്രിപ്റ്റോ കറൻസിയൊക്കെ ലോകത്ത് ഇത്രയധികം വില ഉണ്ടാവാൻ കാരണം. ഇത് കള്ളക്കടത്ത് മേഖലയിലാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ വളരെ തുച്ഛമായ വിലയുണ്ടായിരുന്ന ക്രിപ്റ്റോ കറൻസിക്ക് ഇന്ന് കോടികളാണ് വില. ഈ കറൻസി ഇങ്ങനെ വളരാൻ കാരണം അമേരിക്ക തന്നെയാണ്. അമേരിക്ക എല്ലാ രാജ്യത്തും പോയി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന കാരണം അവരതിനെ മറികടക്കാൻ വേണ്ടി മറ്റൊരു സാമ്പത്തിക ശൃംഖല കണ്ടെത്തും. അതിൻ്റെ ഭാഗമാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഇറാൻ്റെ ഹാക്കിംഗ് സംവിധാനമാണ്, അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെയാണ്. അത് ലോകത്ത് ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യമായിട്ടാണ് മാറിയിട്ടുള്ളത്. യൂറോപ്യൻ പ്രതിരോധ കമ്പനികളുടെയും എയറോസ്പേസ് സ്ഥാപനങ്ങളുടെയും കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ഹാക്ക് ചെയ്ത് മിസൈൽ ഡിസൈനുകൾ, അതുപോലെ ഗൈഡൻസ് അൽഗോരിതം സോഫ്റ്റ്വെയറുകൾ, എഞ്ചിനീയറിംഗ് ബ്ലൂ പ്രിന്റുകൾ എന്നിവ ഡിജിറ്റലായി ചോർത്താൻ ഇറാന്റെ ഹാക്കിംഗ് ഗ്രൂപ്പുകൾക്ക് പ്രത്യേക വൈദഗ്ധ്യമാണുള്ളത്. ഹന്തല പോലുള്ള കുപ്രസിദ്ധമായ ഹാക്കിംഗ് ഗ്രൂപ്പുകൾക്ക് ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗവുമായി വലിയ ബന്ധമാണുള്ളത്. ഈ ഹന്തല ഗ്രൂപ്പുകൾ ഇസ്രയേലിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും സുപ്രധാന സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ട് നിരവധി സൈബർ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. അതുപോലെ ഇറാന്റെ ശത്രു രാജ്യങ്ങളിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത ഡാറ്റകൾ ചോർത്തുന്നത് കൂടാതെ ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെയും സൈനിക മേധാവികളുടെയും എല്ലാം ഫോണുകളും അവരുടെ മറ്റു ഡാറ്റകളും എല്ലാം ഹാക്ക് ചെയ്തുകൊണ്ട് അവരുടെ വ്യക്തിഗത ഫോട്ടോകളും അവരുടെ വിവരങ്ങളും എല്ലാം ചോർത്തിയതായും ഈ ഗ്രൂപ്പുകൾ അവകാശപ്പെട്ടിട്ടുണ്ട്. ശരിക്കും ഇസ്രായേലിന്റെ നിർണായക വിവരങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയ ഇറാന് ഇസ്രായേലിന്റെ ഏതൊരു നീക്കവും തിരിച്ചറിയാൻ കഴിയുമെന്ന ഭയം ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉള്ളിൽ വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. ഇത് രാജ്യത്തിന് വലിയ അപകടമാണ് വരുത്തി വെച്ചിരിക്കുന്നത് എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അതുകൂടാതെ ഇറാനിലെ ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, മാലിക് അഷ്താർ എയറോസ്പേസ് ഇവയൊക്കെ കെമിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്ത് ഗവേഷണങ്ങൾ നടത്തുന്ന ലോകത്തിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികളാണ്, അല്ലെങ്കിൽ കേന്ദ്രങ്ങളാണ്. പ്രൊപ്പല്ലന്റ് കെമിസ്ട്രി സ്വന്തമായി വികസിപ്പിക്കുന്നതിൽ ഇറാന്റെ ശാസ്ത്രജ്ഞർ ദീർഘകാല പരീക്ഷണങ്ങളിലൂടെ വിജയം കണ്ടതാണ് ഇറാന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയേണ്ടതുണ്ട്. മിസൈൽ ഇന്ധനത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനങ്ങളും അവർ ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് സൈനികമായ ഒരാവശ്യത്തിനും ഇറാന് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതില്ല എന്നുള്ളതാണ് വാസ്തവം. ഇറാന്റെ യുദ്ധവിജയം വെറുതെ നേടിയതല്ല എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. അവർ വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണത്തോടെ അവരുടെ ഉള്ളിലുള്ളിടത്തോളം കാലം അവർ ലോകത്ത് 1-ാം നമ്പർ സൈനിക ശക്തിയായി മാറും എന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല. അമേരിക്കയെ പോലും പിന്തള്ളുന്ന സൈനിക ശക്തിയായി ഇന്ന് ഇറാൻ അറിയപ്പെടുന്നു. അമേരിക്കൻ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന, അതല്ലെങ്കിൽ യൂറോപ്പിൻ്റെയോ മറ്റേത് രാജ്യങ്ങളുടെയും ആയുധങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന മിസൈലുകളും ഇലക്ട്രോണിക് തന്ത്രങ്ങളുമെല്ലാം ഇറാൻ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എവിടുന്നെങ്കിലും അടിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞാലും അവരവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനായി അതിനെ ഉപയോഗിക്കുകയാണ്. ഇനി ഇതിനെ മറികടക്കുന്ന മറ്റ് സംവിധാനങ്ങളുള്ളവർക്ക് മാത്രമേ ഇറാനെ തോൽപ്പിക്കാൻ കഴിയൂ എന്ന് പറയേണ്ടതുണ്ട്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.